Hello, my dear students. Welcome to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇലക്ട്രിക് ചാർജ് വേഴ്സസ് മാസ്. ഇലക്ട്രിക് ചാർജ് വേഴ്സസ് മാസിനെ കുറിച്ച് നമ്മൾ ഇലക്ട്രിക് ചാർജിനെ കുറിച്ചും മാസിനെ കുറിച്ചും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചാർജും മാസിനെ കുറിച്ചും കമ്പൈൻഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യം അനിവാര്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ charge is carried by particles like electron, protons, etc. And mass is an aspect of matter. This combined ആയിട്ട് വരുന്ന charge mass ratio is used in electrodynamics. It also appears in the scientific field like electron microscope, high energy physics. ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, ഇലക്ട്രോണിൻ്റെ ചാർജ് മാസ് റേഷ്യോ എന്ന് പറയുന്നത് 1.76 × 10⁻11 കൂളം കിലോഗ്രാം റേസ്റ്റ് -1. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിലനിൽക്കുന്നതിന് കാരണം ഈ ചാർജും മാസും ഒരുമിച്ച് പഠിക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇസാക്സ് ഫിസിക്സ് ക്ലാസ് റൂം ഇന്ന് ഇലക്ട്രിക് ചാർജിനെ കുറിച്ചും മാസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻ കേസ് ഓഫ് മാസ് ഈസ് ദ മെഷർ ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി. മാസ് മെഷേഴ്സ് ഇനേർഷ്യ. ഇനേർഷ്യ മീൻസ് ഇന്നബിലിറ്റി. ഒരു ബോഡിയുടെ കഴിവില്ലായ്മയ്ക്ക് പറയുന്ന പേര് ഇനേർഷ്യ. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. റെസ്റ്റിലിരിക്കുന്ന ബോഡിക്ക് എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സ് കൊടുക്കാതെ മൂവ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ മൂവ് ചെയ്യുന്ന ബോഡിക്ക് നിൽക്കാൻ കഴിയില്ല. ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ബോഡിക്ക് വേറെ ഡയറക്ഷൻ മാറാൻ കഴിയില്ല. ഈ തനിയെ മാറാൻ കഴിയാത്ത ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേര് ഇനേർഷ്യ, ദാറ്റ് ഈസ് ഇന്നബിലിറ്റി. അപ്പോൾ ഈ ഇന്നബിലിറ്റി അളക്കുന്നത് മാസാണ്. മാസ് കൂടിയാൽ ഇനേർഷ്യ കൂടും. ദാറ്റ് മാസ് മെഷേഴ്സ് ഇനേർഷ്യ. ഇതേ പ്രോപ്പർട്ടിയായിട്ട് ചാർജ് വരുന്നത് ഇങ്ങനെയാണ്. ചാർജ് ഈസ് ദ മെഷർ ഓഫ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ബോഡി. ഒരു ബോഡിയുടെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി നിശ്ചയിക്കുന്നത് ആ ബോഡിയിൽ ഉണ്ടാവുന്ന ചാർജുകളാണ്. എത്ര നെഗറ്റീവ് ചാർജസ് ഉണ്ട്, എത്ര പോസിറ്റീവ് ചാർജസ് ഉണ്ട്, അല്ലെങ്കിൽ ചാർജസ് രണ്ടിൻ്റെയും നമ്പേഴ്സിൻ്റെ റേഷ്യോ എന്താണ്, ഇതിന് അനുസരിച്ചിരിക്കും അതിൻ്റെ ആ ബോഡിയുടെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി നിശ്ചയിക്കുന്നത്. ഇനി അബൌട്ട് mass of a body is a positive quantity. Mass is always positive. പക്ഷേ ഈ ഒരു കേസിൽ നമുക്കൊരു സയൻറ്റിസ്റ്റിൻ്റെ പേര് ഓർക്കണം. ഒരു ബോൺ ഇൻ കേരള, കോട്ടയംകാരനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ എല്ലാ ബഹുമതികളും കൊടുത്ത് ആദരിച്ചൊരു മനുഷ്യനാണ്. ഒരുപാട് തവണ നോബൽ പ്രൈസ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചൊരു വ്യക്തിയാണ്. ECG സുദർശൻ, ഇന്ത്യൻ തിയററ്റിക്കൽ ഫിസിസ്റ്റ്, പ്രൊഫസർ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ്. സാർ ടോക്കിയോൺസിൻ്റെ പ്രസൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രസൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ടോക്കിയോൺസിൻ്റെ മാസ് നെഗറ്റീവ് ആവാം, അത് ലൈറ്റിൻ്റെ വെലോസിറ്റിയെക്കാളും കൂടുമെന്നൊരു കൺസെപ്റ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സോ ഫാർ ഇതുവരെ അതിനൊരു എക്സിസ്റ്റൻസ് നമുക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പറയാം മാസ് ഓഫ് എ ബോഡി ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ബട്ട് ഇൻ കേസ് ഓഫ് ചാർജ്, electric charge on a body may be positive, negative or zero. Proton അറിയാം, we have positive charge. Electron, we have negative charge. Neutron, we have no charge. So electric charge on a body may be positive, negative or zero. പാർട്ടിക്കിളും ആവാം, അതുപോലെ ബോഡിക്കും ആവാം. ഒരു ബോഡിയിൽ ഇലക്ട്രോൺ കൂടുതലാണെങ്കിൽ ആ ബോഡി നെഗറ്റീവാണ്. ഒരു ബോഡിയിൽ ഇലക്ട്രോൺ കുറവ്, പോസിട്രോണാണ് കൂടുന്നത്, പ്രോട്ടോണാണ് കൂടുന്നതെങ്കിൽ അത് പിന്നെ ആ ബോഡി പോസിറ്റീവാണ്. പോസിട്രോൺ മീൻസ് ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് ഇലക്ട്രോൺ ആണ്. ദെൻ മാസ്. There is only one kind of force, that is attractive force between masses. Universal laws of gravity നമുക്കറിയാം, ഓൺലി അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഈ ഒരു നേച്ചർ കൊണ്ടാണ് ഗ്രാവിറ്റി ഇത്രമാത്രം മനോഹരമാക്കുന്നത്. കാരണം ഗ്രാവിറ്റിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇറ്റ്സ് ഓൾവേസ് അട്രാക്റ്റീവ് നേച്ചർ. ബട്ട് ഇൻ കേസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇൻ കേസ് ഓഫ് ചാർജസ്, ദർ ആർ ടു ടൈപ്സ് ഓഫ് ഫോഴ്സ്. കാരണം ചാർജ് രണ്ട് തരമുണ്ട്, നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ ചാർജിനും രണ്ട് തരം ഫോഴ്സസ് ഉണ്ടാകും, അട്രാക്റ്റീവ് ഫോഴ്സ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സ്. സെയിം ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. ആൻഡ് ഓൾസോ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് മീഡിയം ഡിപ്പെൻഡൻ്റ് ആണ്, ഗ്രാവിറ്റി മീഡിയം ഇൻഡിപെൻഡൻ്റ് ആണ്. ആ കേസൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. കാരണം പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് G എന്ന് പറയുന്ന ഗ്രാവിറ്റിയിൽ മീഡിയം ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് K 1/4πε0 εr ഇറ്റ് ഈസ് മീഡിയം ഡിപ്പെൻഡൻറ്റ്. അത് മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി അബൌട്ട് മാസ്. ദ SI യൂണിറ്റ് ഓഫ് മാസ് ഇസ് കിലോഗ്രാം. ഇൻ്റർനാഷണൽ സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുന്നത് മാസിൻ്റെ കിലോഗ്രാം ആണ്. ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, വെയ്റ്റിൻ്റെ യൂണിറ്റ് കിലോഗ്രാം അല്ല, വെയ്റ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, അല്ലെങ്കിൽ കിലോഗ്രാം വെയ്റ്റ് എന്ന് പറയും. മാസും വെയ്റ്റും രണ്ടാണ്. W = mg.
മാസ് ഗ്രാവിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വെയിറ്റ് ആവുക, വെയിറ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ആ കാര്യം ഓർമ്മ വേണം. ഇൻ ദ SI യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കുളം, ക്യാപിറ്റൽ C. അപ്പോൾ സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ് ആയ ചാർജിൻ്റെ യൂണിറ്റ് കുളമാണ്. മാസ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. മാസ് എന്ന് പറയുന്നത് സ്കെയിലറാണ്. ഇൻ കേസ് ഓഫ് ചാർജ് is also a scalar quantity. Both mass and charge are scalars. Dimension of mass is m. In case of the dimension of charge is AT, A for ampere, T for time. We already discussed I equal to Q by T, where Q equal to IT. So I for A and T, and AT, ampere, time. So dimension of charge is AT. Mass can exist without a net charge. മാസിന് ചാർജ് ഇല്ലാതെ നിലനിൽക്കാൻ കഴിയും. ന്യൂട്രോൺ ഹാവ് നോ ചാർജ് ബട്ട് ഇറ്റ് ഹാസ് മാസ്. അതേപോലെ ചാർജ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് എ മാസ്. പക്ഷെ ചാർജിന് എന്തായാലും ഒരു മാസ്, ഒരു ബോഡിക്ക് ചാർജ് ഉണ്ടെങ്കിൽ അത് മാസ് ഉറപ്പായും ഉണ്ടാവും. പക്ഷെ ഒരു ബോഡിക്ക് മാസ് ഉണ്ട്, ചാർജ് ഉണ്ടാവണമെന്നില്ല, നിർബന്ധമില്ല. ഇൻ കേസ് ഓഫ് ഇലക്ട്രോൺ അതിന് ചാർജ് ഉണ്ട്, മാസ് ഉണ്ട്. ന്യൂട്രോൺ മാസ് ഉണ്ട്, പക്ഷെ ചാർജ് ഇല്ല. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് ചാർജ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് എ മാസ്. മാസിന് ചാർജ് ഉണ്ടാവും, ഉണ്ടാതിരിക്കാം, പക്ഷേ ചാർജിന് എന്തായാലും മാസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഫോട്ടോൻ്റെ കേസ് എന്ന് ഓർക്കണമെങ്കിൽ ഈ കേസിൽ ഫോട്ടോൺ ഹാവ് നോ ചാർജ് ആൻഡ് റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺ ഈസ് 0. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഓഫ് മാസ് ഇസ് നോട്ട് ക്വാണ്ടൈസ്ഡ്. സോ ഫാർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വേണം പറയാം. മാസ് ഇസ് നോട്ട് ക്വാണ്ടൈസ്ഡ് ബട്ട് യുവർ ചാർജ് ഇസ് ക്വാണ്ടൈസ്ഡ്. നമുക്കറിയാം Q equal to +or- NE. ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. ചാർജ് ആൾവേസ് എക്സിസ്റ്റ് ആസ് integral multiples of charge of electron, that is 1.6 × 10 - 19 coulomb. And next properties of mass alone is not conserved. മാസ് തനിയെ കൺസേർവ്ഡ് ആവില്ല, മാസും എനർജിയാണ് കൺസേർവ്ഡ് ആവും. മാസ് പ്ലസ് എനർജി is always conserved. Mass is not alone conserved. In case of charge is conserved. അറിയാം, ഫോർ ഐസോലേറ്റഡ് സിസ്റ്റം ചാർജ് വിൽ ബി ആൾവേസ് കൺസേർവ്ഡ്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജ് ക്യാൻ ബി ക്രിയേറ്റഡ് ആൻഡ് ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് സൈമൾട്ടേനിയസ്ലി ഇൻ പെയർസ്. The next properties of mass, gravitational force between different bodies never cancel out, because gravitational force have only one nature, it is positive, that is attractive nature. Attractive nature ഉണ്ട് ഒരു ഡിഫറെൻറ്റ് ബോഡീസിൽ. എല്ലാ ബോഡീസിലെയും കൂടി ഫോഴ്സുകൾ കൂട്ടിയാൽ ക്യാൻസലായി പോകില്ലല്ലോ, കാരണം നെഗറ്റീവ് ഉണ്ടെങ്കിലല്ലേ ക്യാൻസലായി പോകുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ചാർജസ് മേ ക്യാൻസൽ ഔട്ട്. ക്യാൻസൽ ആവാതിരിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ ചാർജും പോസിറ്റീവ്സ് ആണെങ്കിൽ അവിടെ എല്ലാം റിപ്പൾസീവ് ആയിരിക്കും. അല്ല, അവിടെ നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ അട്രാക്റ്റീവ് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ഡിഫറെൻറ്റ് ബോഡീസിൻ്റെ കേസിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൽ ക്യാൻസൽ ആവാതിരിക്കുകയും ചെയ്യാം. പക്ഷേ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ ഒരിക്കലും ക്യാൻസൽ ആവില്ല. അവിടെ ഒരു ഫോഴ്സ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. കേസിലും ഡിഫറെൻറ്റ് ബോഡീസാണ് ഓൺ സെയിം, ഒരു ബോഡിയിലല്ല, ഒരു ഡിഫറെൻറ്റ് ബോഡീസാണ്. ഒരു ബോഡിയിലാണെങ്കിൽ ദേ ക്യാൻസൽ ഈച്ച് അതർ, ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സ് കിട്ടുമ്പോൾ ക്യാൻസൽ ഈച്ച് അതർ. പക്ഷെ അതങ്ങനെയല്ല, ഫോർ ഡിഫറെൻറ്റ് ബോഡീസ്. ഇൻ കേസ് ഓഫ് mass of a body depends on the speed of the body. ഇത് റിലേറ്റിവിറ്റി കൺസെപ്റ്റാണ്. മാസ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യും. ബട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അറ്റ് സ്പീഡ് കമ്പാരബിൾ ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ്. മാസിൻ്റെ സ്പീഡ് ലൈറ്റിൻ്റെ സ്പീഡായിട്ട് കമ്പയർ ചെയ്യുന്ന ആ സ്പീഡിലേക്ക് എത്തിയാൽ മാത്രമേ സംഭവിക്കുള്ളൂ. റിലേറ്റിവിറ്റി കൺസെപ്റ്റാണ്. വെൻ വെലോസിറ്റി ഇൻക്രീസസ് മാസ് ഓൾസോ ഇൻക്രീസസ്. നമ്മൾ പഠിച്ചത് മാസ് റിമെയിൻ സെയിം ആണ്, ഡസ് നോട്ട് എഫക്ട് ബൈ ഗ്രാവിറ്റി എന്നൊക്കെ കേസാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തിരിക്കുക, ക്ലാസിക്കൽ ഫിസിക്സിലാണ് വരുന്നില്ല. പക്ഷേ റിലേറ്റിവിറ്റി കൺസെപ്റ്റ് എടുക്കുമ്പോൾ മാസ് മാറും. എങ്ങനെ മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി കൂടുന്തോറും മാസ് മാറും. വി ഹാവ് ദ ഇക്വേഷൻ ദാറ്റ് m = m0/√(1 - v²/c² എന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പ്രകാരം വെലോസിറ്റി കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മാസും കൂടുമെന്നാണ് കൺസെപ്റ്റ്. ബട്ട് ഇൻ കേസ് ഓഫ് ചാർജ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ വെലോസിറ്റി ഓഫ് ദ ബോഡി. ഒരു ബോഡിയുടെ ചാർജ് അല്ലെങ്കിൽ ഒരു ബോഡിക്ക് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കൂടുന്നതുകൊണ്ട് അതിൻ്റെ കൂളം കൂടുക അല്ലെങ്കിൽ നെഗറ്റീവ് ആവുകയൊന്നും ചെയ്യില്ല. ബിക്കോസ് ദ ചാർജ് ഓഫ് എ ബോഡി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി ഓഫ് ദ ബോഡി. ഒരു ബോഡിയുടെ വെലോസിറ്റി കൂടുന്തോറും അതിൻ്റെ ചാർജിന് യാതൊരു മാറ്റവും വരില്ല. ആൻഡ് നോട്ട് ഓൾ മാസസ് ഹാവ് എ മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ദം വെൻ ദേ ആർ ഇൻ മോഷൻ. മാസുകൾ മൂവ് ചെയ്താൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റ് ചെയ്യുന്നില്ല. ബട്ട് മൂവിങ് ചാർജസ് ഇസ് ആൾവേസ് അസോസിയേറ്റ് വിത്ത് എ മാഗ്നറ്റിക് ഫീൽഡ്. പക്ഷെ മൂവിങ് ചാർജിന് ചുറ്റും എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റ് ചെയ്യും. എ ചാർജ് when a charge is moving, it produces current produces magnetic field എന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. A current carrying conductor produces a magnetic field. കാരണം മൂവിങ് ചാർജ് അസോസിയേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് ജനറേറ്റ് ചെയ്യും, കറണ്ട് എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ മൂവിങ് ചാർജ് ആൾവേസ് അസോസിയേറ്റ് വിത്ത് എ മാഗ്നറ്റിക് ഫീൽഡ്. ബട്ട് ഇൻ കേസ് ഓഫ് മാസസ് ഇറ്റ് ഡസ് നോട്ട്.
പക്ഷേ ഓർക്കണം, ഭൂമിക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, സണ്ണിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡൊക്കെ വരുന്ന ഇലക്ട്രോഡൈനാമിക് എഫക്റ്റ് കൊണ്ടാണ്. അതും ചാർജിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. അല്ലാതെ മാസ് തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യാൻ കഴിയില്ല, ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. താങ്ക് യു ഫോർ വാച്ചിങ് Isaac's Physics Classroom. Thank you.